അഞ്ജന കൊള്ളാലോ. എന്തത്? ASLോ? ഇനി ഫോൺ കണക്ഷനോ മറ്റായിരിക്കുമോ? ആരോടപ്പം ചോദിക്കുക? ഇവിടെ ആണെങ്കിൽ ആരും കാണാനുമില്ല. BSNL. ആ കുട്ടി കണക്ഷനൊക്കെ ഇപ്പം എന്തിനാ ചോദിച്ചിട്ടുണ്ടാവുക? നൈറ്റ് കോളുകൾക്ക് ഓഫറുള്ള കണക്ഷനാണോ എന്ന് ചോദിച്ചായിരിക്കും. കാലം പോയൊരു പോക്കേ. ഐഡിയയുടെ സ്പെല്ലിംഗ് ഒക്കെ പിള്ളേർ അയക്കുന്ന കണ്ടില്ലേ? ഓ ഹാ, നേഹ വന്നല്ലോ. എന്താ ഇപ്പം നേഹനോട് ചോദിക്കുക? ആ, എന്നോട് പിണക്കാണോ എന്ന് ഇംഗ്ലീഷിൽ ഇപ്പം എങ്ങനെയാ ചോദിക്കുക? ആ, യു ആംഗ്രി മീ? ഐ ആം വെരി പുവർ. ഐ നോ യു പുവർ. ബട്ട് നോബഡി ലൈക്ക് യു. ഐ ലൈക്ക് യു. നൗ വേർ ആർ യു? ഇനി സ്നേഹം ചുരാഞ്ഞിട്ടേ ഭാഗ്യദേവത ജീവിതത്തിലേക്ക് വരാതിരിക്കണ്ട. ഗെറ്റ് ലോസ്റ്റ് യു സ്കൗണ്ടർ. ആരും കണ്ടില്ല. ഇനി ഇവളെ സ്നേഹിക്കാൻ നിന്നാലേ ഞാൻ വെറും ശശിയാന്ന് നാളെ എൻ്റെ ഫാൻസ് പറയും. എന്താ അപ്പോൾ അവൾക്ക് റിപ്ലൈ അയക്കുക? ഗെറ്റ് ഔട്ട് ഹൗസ്. ഗെറ്റ് ഔട്ട് ഹൗസ്. ആ സാറാ, തിരക്കാ? അതെ, എന്താ? അല്ല, നീ ഫ്രീ ആകുമ്പോൾ ഒന്ന് വരുമോ? എന്താടാ കാര്യം? അല്ല, നമുക്ക് കുറച്ചു നേരം സ്നേഹത്തോടെ സംസാരിച്ചിരിക്കാം. ഞാനേ ഇച്ചിരി ബിസിയാ. ഇപ്പൊ ഫ്രീ ആയിരിക്കുന്നത് റോയ്ച്ച മാത്രമാ. ഞാൻ പറഞ്ഞു വിടാം. അയ്യോ വേണ്ട, നീ പോയിക്കോ. അല്ല, സ്നേഹത്തോടെ നിനക്ക് സംസാരിക്കണ്ടേ? സ്നേഹത്തോടെ പറഞ്ഞേ, ഉപദ്രവിക്കണ്ട, പൊക്കോ. അല്ല പിന്നെ റോയ്ച്ചനോട് സംസാരിക്കണേ, അതും സ്നേഹത്തോടെ. സഞ്ചരിക്കുന്ന ഉപദേശ മെഷീനോട് എന്ത് സ്നേഹത്തോടെ പറയാനാ? എന്നാലും നീ കാണിച്ച കുറച്ച് ഓവർ ആയിപ്പോ കേട്ടോ. ഒട്ടും ശരിയായില്ല. മാം എന്നെ അപ്രീഷിയേറ്റ് ചെയ്തപ്പോ നീ എന്തിനാ കളിയാക്കി എന്നും പറഞ്ഞ് നീ ഇങ്ങനെ പറയോ മാമിനോട്? പോട്ടെ, അപ്പൊ അങ്ങനെ തോന്നി, അങ്ങനെ പറഞ്ഞു. നിനക്കത്ര പോരെ? ആണല്ലോ, ഉറപ്പാണല്ലോ. ഇതിനുള്ള മറുപടി ഞാൻ നിനക്ക് തരുന്നുണ്ട്. മറുപടി എനിക്ക് വേണം, പക്ഷേ അതിന്റെ ചോദ്യത്തിന്. എന്ത് ചോദ്യം? സീരിയസ് ആയിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? സീരിയസ് ആണെന്ന് എനിക്കും കൂടി ഒന്ന് തോന്നണം. പറ. ഇത്തരം സിറ്റുവേഷനിൽ ബോയ്സ് ആകെ പാനിക്കായി എയറൊക്കെ പിടിച്ച് ആണ് ഗേൾസിന്റെ മുമ്പിൽ നിൽക്കാറ്. പക്ഷേ എനിക്കതൊന്നും അറിയില്ല. എനിവേ, ഞാൻ അനുവിനെ ഇഷ്ടപ്പെടുന്നു. ഞാൻ ടോണിയെയും. പക്ഷേ ഈ ബട്ടാ പ്രശ്നം. ടോണി, ലിസൺ, ഐ റിയലി ലൈക്ക് യുവർ ക്യാരക്ടർ. സീരിയസ്ലി, ഞാൻ നിന്നെ അവോയ്ഡ് ചെയ്യാൻ നോക്കുന്നതല്ല. ദ പ്രോബ്ലം ഈസ് ഞാൻ നിന്നെ ഒരു സുഹൃത്തായിട്ടാണ് കാണുന്നത്, ലൈക്ക് എ ബെസ്റ്റ് ഫ്രണ്ട്. അങ്ങനെ വിദഗ്ധമായി നീ എന്നെ ഒരു ഫ്രണ്ട് ആക്കിയല്ലേ ടോണി? ഓക്കെ, പക്ഷെ എൻ്റെ ചാൻസ് പോയിട്ടൊന്നുമില്ല. അതെന്താ? അനു ഒരു നല്ല പരിചയക്കാരനോട് നല്ല ഫ്രണ്ടും, നല്ല ഫ്രണ്ടിന് ഒരു നല്ല ലവറും, ഒരു നല്ല ലവറിനോട് നല്ല ഹസ്ബൻഡും ആകാൻ കഴിയും. ആ നിലയ്ക്ക് ഇനി എനിക്ക് ചാൻസ് ഉണ്ട്. ഓ അങ്ങനെ. പക്ഷെ അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഒരു നല്ല ഫ്രണ്ട് ഒരിക്കലും ഒരു ലവർ ആവില്ല. ലവർ എന്നും ലവറും ഫ്രണ്ട് എന്നും ഫ്രണ്ടും ആയിരിക്കും. മനസ്സിലായോ? ഫ്ലെയിം ചോദിച്ചില്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞാലും നമുക്ക് ഒന്നുകൂടി പറയേണ്ടി വരും. ഫ്ലെയിമോ? നിനക്ക് കുറച്ചും കൂടി പക്വത ഉണ്ടെന്ന് ഞാൻ കരുതിയത്. ഫ്ലെയിമിനെ കളിയാക്കുന്ന സൂക്ഷിച്ചു വേണം, അത് സത്യമുള്ളതാ. ഫ്ലെയിമിനെ കളിയാക്കി ചിലപ്പോൾ നിന്നെ ഒരു ഹസ്ബൻഡായിട്ട് കിട്ടിയേക്കും. ഞാൻ അത് വിധിയാന്ന് വിചാരിച്ചോളാം. ഇത് ഞാൻ അത്രയ്ക്ക് ബോർഡാണോ? ആണോന്നോ? അപ്പൊ നീ എന്ത് കണ്ടിട്ട് എന്നെ പ്രപ്പോസ് ചെയ്തത്? ടോണിയുടെ ഒരു കാര്യം. കർത്താവേ, ഞാൻ ഇത്രയ്ക്ക് ബോർണായിരുന്നു. അതെനിക്കിഷ്ടായി. എനിക്കറിയായിരുന്നു എന്തെങ്കിലും ഒരു ദിവസം നിന്റെ ഫ്ലേട്ടിങ്ങിന് ഒരു തിരിച്ചടി കിട്ടുമെന്ന്. അയ്യോ, എനിക്ക് സഹിക്കാൻ. അയ്യോ, ഇത്രയ്ക്ക് ചിരിക്കാൻ അവിടെ എന്താ ഉണ്ടായത്? അവളെന്നെ ഇഷ്ടമല്ലാന്ന് പറഞ്ഞിട്ടില്ലല്ലോ.
എന്തായാലും നിന്നെ മൂഡ് ഓഫ് ആക്കാൻ ഒരുത്തി കഴിഞ്ഞില്ലേ? എന്തായാലും അവളെ നേരിട്ടേണ്ട ഒരു കൈ കൊടുത്തിട്ടെ കാര്യം. ലോകത്തെല്ലാവർക്കും ടോണി വില്ലനാ. എനിക്കും ആഗ്രഹമുണ്ട് എല്ലാത്തിനോടും. എന്നാലും ഇത് ഇത്തിരി ദുരാഗ്രഹമായി പോയില്ലേ? കൊള്ളാം, അവള് മിടിക്കുക. അവളുടെ ക്യാരക്ടർ എനിക്കിഷ്ടമായി. ഛേ, പിള്ളേരാരും ഇല്ലാതായി പോയല്ലോ കാസനോവയുടെ ഈ തോൽവി ആഘോഷിക്കാൻ. ഏതായാലും ഇന്നിത് ആഘോഷിച്ച് കഴിഞ്ഞിട്ട് വേറെ പരിപാടിയുള്ളൂ. ലോകത്തിൽ ആർക്കും ഉണ്ടാവില്ല ഇത്രയും ക്രൂരനായിട്ടൊരു ഏട്ടൻ. പറഞ്ഞോ, നീ ഇന്നിനി എന്ത് വേണമെങ്കിലും എന്നെ പറഞ്ഞു. അങ്ങാടി തോറ്റവൻ ഏട്ടന്റെ നെഞ്ചത്തേക്ക് എന്നല്ലേ പറഞ്ഞോ, കുഴപ്പമില്ല. പക്ഷെ എന്തായാലും ഞാനും എന്റെ പിള്ളേരും ഇന്ന് ഇത് ആഘോഷിച്ചിട്ടെന്നെ കാര്യം. ആര് എന്ത് വേണേലും പറഞ്ഞോട്ടെ, പക്ഷെ റോഹിച്ചിനത് പറയരുതായിരുന്നു. ഞാൻ സത്യമായിട്ട് അവളെ ശരിക്കും ഇഷ്ടപ്പെട്ടു റോഹിച്ച. അയ്യ എന്തത്? റോഹിച്ചിന്റെ ടോണിക്കുട്ടൻ കരയേ? ദേ നോക്കിയേ, എന്റെ മോൻ അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അവളോട് പോമ്പടാ. സത്യമായിട്ടും എനിക്ക് അവളെ ഇഷ്ടമായിട്ടാ റോഹിച്ച. ദേ നോക്ക്, നീ പറഞ്ഞിട്ടുള്ള ഏത് കാര്യവും ഈ ചാൻ സാധിച്ചു തരാറുണ്ട്. ഇതും ശരിയാക്കി തരും. നാളെ ഞാൻ അനുവിനൊന്ന് കാണട്ടെ. വേണ്ട, ഇപ്പൊ തന്നെ അവൾ എന്നെ ഫ്രണ്ടാക്കിയിരിക്കുക. ഇനി റോഹിച്ചനൂടി അവളെ കണ്ടാ ചിലപ്പോ വേണ്ട, റോഹിച്ചൻ അവളെ കാണണ്ട. റോഹിച്ചൻ ഭയങ്കര ഗ്ലാമറാ. എങ്ങനെ?